അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ ഓല ഡെയിലി റണ്ണറായ ഓല. അപ്പോൾ അതിന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നോർമലി MoveOS 4-ലാണുള്ളത്. അപ്പോൾ അടുത്ത MoveOS 5-ൻ്റെ ബീറ്റ വേർഷൻ നമ്മൾ സൈനപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം രാവിലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഡൗൺലോഡിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നവർ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുക, പക്ഷേ ഇത് ചെയ്യുന്നവർക്ക് എത്രമാത്രം ബഗ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബീറ്റ വേർഷനാണ്. അത് അവരിങ്ങനെ അതിലുള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫുള്ളി നമുക്ക് ഫീച്ചേഴ്സ് കിട്ടില്ല, ഒരു 90% ഫീച്ചേഴ്സ് നമുക്ക് അതിൽ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അപ്ഡേറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും MoveOS 5 എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നമ്മളെ ഫോണിൽ അപ്ഡേറ്റ് വന്നാൽ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. കാരണം പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുന്നത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബൈക്കിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെയോ എന്താ പറയണ്ടേ, MoveOS 5 ബീറ്റ വരുമ്പോൾ ഓഫായ ഇതിൽ തന്നെ നമ്മളെ അപ്ഡേറ്റും കാര്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. 50+ ന്യൂ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ DIY മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. അതെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ റൈഡിനനുസരിച്ച് നമുക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് സ്പീഡ്, ത്രോട്ടിൽ, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, പിന്നെ പാർക്കിങ്ങിൻ്റെ എന്തോ ലോ സ്പീഡ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് മൂവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ആപ്പ്, അതായത് പിന്നെ നമ്മുടെ വാച്ചിൽ നമുക്ക് ഫോണ് കണക്ട് ചെയ്യുന്ന പോലെ വാച്ചിൽ നമുക്ക് ഈ ഒരു നമ്മുടെ വണ്ടി കണക്ട് ചെയ്യാം. പിന്നെ ഒരു ഭാരത് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു മോഡ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റോഡ് ട്രിപ്പ് മോഡ്, അതേപോലെ തന്നെ നമുക്ക് ട്രിപ്പ് നാവിഗേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗ്രൂപ്പ് നാവിഗേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതാണ്. അതായത് ഇപ്പോൾ കാണിച്ചത് ഏകദേശം 60 മിനിറ്റ്സോളം ഉണ്ടെന്നാണ് കാണിച്ചത്. ഇൻസ്റ്റാളേഷൻ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതൊരു വണ്ടി എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. MoveOS 5 ആയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ചസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഇൻ്റർഫേസിലെ ചേഞ്ച്. ഭാരത് എന്ന് പറഞ്ഞൊരു പുതിയൊരു മോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു മോഡ്. ഒരു ബ്ലൂയിഷ് കളറാണ് വരുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക, നമ്മളെ ഒരു പീകോക്കിൻ്റെ ഫെദർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ റണ്ണിങ് ടൈമിൽ കുറച്ചത് ഗ്ലോ ആവും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ചേഞ്ച് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ടൊരു ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ നാവിഗേഷനിലേക്ക് പോകും. അതേപോലെ തന്നെ നാവിഗേഷനിൽ പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും. ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യുക വെച്ചാൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് ഇതിൽ സിങ്ക് ആവും. എന്നിട്ട് നമുക്ക് ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും, നമ്മളെ ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ അതാണ് അടുത്തൊരു ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് കുറച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത്, നമ്മുടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ റൈഡിങ് മോഡിൽ പുതിയൊരു DIY മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് വന്നിട്ട് ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഫുൾ ത്രോട്ടിൽ, ഫുൾ മാക്സിമം പവറിൽ, ഫുൾ ടോപ്പ് സ്പീഡാണ്. നമുക്ക് 92 കിലോമീറ്റേഴ്സാണ് റേഞ്ച് കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പവർ കുറച്ചൊരു 60% ആയിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ സ്പീഡ് നമുക്കൊരു 65%. നമ്മുടെ ആ റേഞ്ച് മാറിയിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഓഫാക്കിയിടാം, ഓണാക്കണ്ടെങ്കിൽ ഓണാക്കാം. അതേപോലെ തന്നെ ഓഫാക്കിയിട്ട് നമുക്ക് കാണിക്കും. ഇവിടെ 105 ആയിട്ടുണ്ട്
ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ 108 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ത്രോട്ടിൽ സെൻസിറ്റിവിറ്റി, അതായത് അഡ്ജസ്റ്റ് ത്രോട്ടിൽ സെൻസിറ്റിവിറ്റി മാച്ച് യുവർ സ്റ്റൈലിംഗ്, റൈറ്റ് സ്റ്റൈലിംഗ്. അതായത് നമ്മൾ ലോയിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഭയങ്കര സ്മൂത്തായിരിക്കും, അതായത് ഒരു നോർമലായിട്ട് പോവാം. മീഡിയമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ആയിട്ടുള്ളൊരു പിക്കപ്പ് ആയിരിക്കും, നമ്മൾ സാധാരണ ഡെയിലി യൂസിനുള്ള നല്ലത്. ഹൈ കൊടുത്തു കഴിഞ്ഞാൽ എനർജറ്റിക് സ്റ്റാർട്ടിങ് ഭയങ്കര എന്താ പറയുക, ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെയാണോ അത് കൊടുത്തിട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു മീഡിയം കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം കൊടുത്താലും എന്ത് കൊടുത്തു കഴിഞ്ഞാലും റേഞ്ചൊന്നും മാറുന്നില്ല. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് മാക്സിമം പവർ നമ്മൾ കുറച്ചിട്ട് ഒരു 40% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് നമ്മൾ ഏകദേശം ഒരു 65 പിടിച്ചിട്ടാണ് നമ്മൾ പോക്ക്. അപ്പോൾ നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്നുണ്ടോ നമ്മൾക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് സേവ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മോഡ് നമുക്ക് ഇതിൽ പേരൊക്കെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കുറേ മോഡ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈസി പാർക്ക്, ഇതാണ് ഏറ്റവും എന്താ പറയേണ്ട ഒരു നല്ല ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടായി, നമ്മളിപ്പോൾ റിവേഴ്സിലിട്ട് കഴിഞ്ഞാൽ നോർമലി നമ്മൾ റിവേഴ്സിലിട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് പോവും. നമുക്ക് മുന്നോട്ട് പോകണ്ടെങ്കിൽ മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പോവില്ല. ബട്ട് ഇതിൽ ഈസി പാർക്ക് എന്ന ഓപ്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കോട്ടും പോകും, അതുപോലെ തന്നെ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പീഡിൽ മുന്നോട്ട് പോകും. ഫുൾ ത്രോട്ടിൽ സ്പീഡിലൊന്നും പോകില്ല, കുറച്ചൊരു സ്പീഡിൽ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റി ഇടേണ്ട ആവശ്യമില്ല. അതാണ് അടുത്തൊരു ചേഞ്ച്. പിന്നെയുള്ളൊരു ചേഞ്ച്, ഒരു വേണ്ടാത്തൊരു ചേഞ്ച് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് സേഫ്റ്റീനെ ബാധിക്കുന്നൊരു ചേഞ്ചാണ് റൈഡ് വിത്തൗട്ട് ക്ലോസിങ് സൈഡ് സ്റ്റാൻഡ്. അതായത് ഇത് ഓണായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക സ്റ്റാർട്ടായി പറ്റിച്ച നമ്മളെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ബഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൻ്റെ പാനലൊന്നും ഓപ്പൺ ആവുന്നില്ല. ഒന്നും ആകുന്നില്ല, ഒരു ബഗ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഡെയിലി റൈഡിങ് ആണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ടിങ് അല്ലാതുണ്ട്. നമുക്കൊന്ന് റീബൂട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. റൈഡിങ്ങിൽ തന്നെ ലാസ്റ്റ് റൈഡ് വിത്തൗട്ട് ക്ലോസിങ് സൈഡ് സ്റ്റാൻഡ് അലൗ സ്കൂട്ടർ ടു ഡ്രൈവ് ടു വിത്തൗട്ട് ക്ലോസിങ് സൈഡ് സ്റ്റാൻഡ് ഓഫ് ആക്കിയിട്ടു സ്റ്റാർട്ടാവാൻ. കണ്ടോ, സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുള്ളത് സ്റ്റാർട്ടായിട്ടുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് ഈ ഫീച്ചർ കൊടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സേഫ്റ്റീനെ നല്ലോണം ബാധിക്കുന്നൊരു ഫീച്ചറാണ്. അത് നമുക്ക് എന്തായാലും ഓഫാക്കിയിടാം, അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസിൽ ഇതിലൊക്കെ മാറ്റം വന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് റൺ ചെയ്തിട്ട് എന്തെങ്കിലും എന്താ പറയുക നമ്മുടെ ബാറ്ററിയുടെ റേഞ്ച് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് തന്നെ നോക്കാം എന്തെങ്കിലും ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മളെ മോഡ് നമുക്ക് മാറ്റിയിട്ട് നമ്മളെ നേരത്തെ ചേഞ്ച് ചെയ്ത മോഡിലേക്ക് ഇടാം. സ്പോർട്സ് നമ്മളെ മൈ മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നൈസായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇത് ഗ്ലോ ചെയ്യും. ഇതിപ്പോൾ നമ്മളൊരു 40% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പവർ. എന്നാൽ പോലും വലിയ സീനൊന്നുമില്ല, അത്രക്കെല്ലാം കാണിക്കുന്നൊന്നുമില്ല. പിന്നെയുള്ളത് ഇത് നമ്മൾ പവർ റെഡ്യൂസ് ചെയ്തിട്ട് 40% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വലിയ സീനൊന്നുമില്ല, കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റേഞ്ച് കിട്ടും. നമുക്ക് എന്തായാലും
മാക്സിമം പവറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും. അപ്പോൾ മാക്സിമം സ്പീഡ് ഒരു 65-70 ആ റേഞ്ചും വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നമുക്ക് സ്പീഡും കിട്ടും. നമ്മൾ ടോപ്പ് സ്പീഡ് ഒരു 70 വരെ പോവുകയും ചെയ്യും. അത്ര നമുക്ക് വേണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഓല എടുത്തിട്ട് മാക്സിമം റേഞ്ചും അത്യാവശ്യം സ്പീഡിലും പോകണ്ടെങ്കിൽ നമ്മളെ പവർ നേരെ റെഡ്യൂസ് ചെയ്തൊരു 60% റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 40% റെഡ്യൂസ് ചെയ്യുക. അപ്പം നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ നമുക്ക് EVസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റേഞ്ചാണ്. ഇത് ഓൾമോസ്റ്റ് എക്കോ മോഡിൽ 127 കിലോമീറ്റേഴ്സാണ് ടോട്ടൽ റേഞ്ച് കാണിക്കുന്നത് 100% ചാർജിൽ. അപ്പോൾ ഇപ്പോൾ 64% ചാർജില്ല. 64% ചാർജിൽ ഈ ഒരു മോഡ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ പവർ 40%ലേക്കാക്കി 60% റെഡ്യൂസ് ചെയ്ത്, അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നമ്മൾ 60ലേക്ക് ആക്കിയിട്ടുണ്ട്. 60ലേക്ക് ആക്കി. അപ്പോൾ എന്താ പറയുക, എക്കോ മോഡിൻ്റെ ആ പവർ ഡ്രോപ്പും ഫീൽ ചെയ്യില്ല, ടോപ്പ് സ്പീഡിൻ്റെ ആ പ്രശ്നവും നമുക്ക് തോന്നില്ല. അപ്പോൾ അങ്ങനെ ആക്കി. അതേപോലെ തന്നെ നമ്മളെ റെസ്പോൺസ് ഒരു മീഡിയം ആക്കി. അപ്പോൾ നമ്മൾ റേഞ്ച് കാണിക്കുന്നത് ഓൾമോസ്റ്റ് കാണിച്ചു തരാം. നോർമൽ 66, എക്കോയിൽ 81, സ്പോർട്സിൽ 59, മൈ മോഡിൽ 77 കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഏകദേശം നമുക്ക് 63% 77 കിലോമീറ്റേഴ്സ് ഈ ഒരു ഇതിലോടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇത് എത്രമാത്രം അക്യുറേറ്റാണെന്ന് നമുക്കറിയില്ല. അത് നമുക്ക് ഇന്നെന്തായാലും ഓടിച്ച് റൺ ചെയ്ത് ഫുൾ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.